MLAയുടെ പരിശ്രമങ്ങൾ ഫലം കണ്ടു. കൊണ്ടോട്ടി ബൈപ്പാസ് റോഡ് ആധുനിക രീതിയിൽ നവീകരിക്കും. ഒടുവിൽ കൊണ്ടോട്ടി ബൈപ്പാസ് നവീകരണം യാഥാർത്ഥ്യമാകുന്നു. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കി ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി 7.84 കോടി രൂപ അനുവദിച്ചതായി TV ഇബ്രാഹിം MLA അറിയിച്ചു. NH അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കൊണ്ടോട്ടി നഗരപ്രദേശത്തെ ഭാഗങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി 7,86,39,000 രൂപ ഇന്നലെ അനുവദിച്ചതായിട്ട് ROയുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7,86,39,000 രൂപ എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടിയതല്ല. പലരും ചോദിക്കുന്ന പ്രശ്നമായപ്പോഴാണല്ലോ ഇത് കിട്ടിയത് അല്ല. 2019 മുതൽ 2018ലെയും 2019ലെയും പ്രളയാനന്തരം അന്നു മുതൽ ശ്രമം നടത്തിയിട്ട് നിരന്തരമായ 5-6 വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. ഓരോ വർഷവും ഇപ്പം ശരിയാവും എന്ന് കരുതിയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ അതിൻ്റെ ഒരു നിയോഗം എന്ന് പറയുന്നത് ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഏറ്റവും അനിവാര്യമായ ആവശ്യമായ സമയത്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കൊണ്ടോട്ടി നഗരത്തെ നവീകരിക്കാൻ ഇത് സാധ്യമാകും. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിക്ക് ലഭിച്ചിട്ടുള്ള UIDFന്റെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് അത് പഴയങ്ങാടി ഭാഗവും ഇത് പുതിയ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ 1700 മീറ്റർ നമ്മുടെ ബൈപ്പാസ് റോഡിലുള്ള 1700 മീറ്റർ BMBC ചെയ്ത് നവീകരിച്ച് റീകാർപ്പറ്റിംഗ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ ആവശ്യമായുള്ള സ്ഥലത്ത് ഫുട്പാത്തും കൈവരിയും റിഫ്ലക്ടർ ലൈറ്റുകളും അതുപോലെ തന്നെ പിന്നെ മറ്റു സൈൻ ബോർഡുകളും സിഗ്നൽ ബോർഡുകളും എല്ലാം വെച്ച് മനോഹരമായ ഒരു നഗരമാക്കി മാറ്റുന്നതിന് കഴിയും. തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റിയും ഇതും കൂടി ഈ ഫണ്ട് കൂടിയാകുമ്പോൾ മുനിസിപ്പാലിറ്റി കൊണ്ടോട്ടി നഗരം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഹോം സിറ്റിയാണ്. ആ ഹോം സിറ്റി എന്നുള്ള നിലക്ക് ഈ നഗരത്തെ നവീകരിച്ച് അതിനെ ഗാർഡനിങ് നടത്തിയിട്ട് ഏറ്റവും മനോഹരമായ നഗരമാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ ഫണ്ടടക്കമുള്ള ഫണ്ടുകൾ കൊണ്ട് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നീണ്ട നാളത്തെ ശ്രമഫലമായിട്ടാണ് ബൈപ്പാസ് നവീകരണത്തിന് ഫണ്ട് അനുവദിക്കുന്നത്. മഴ പെയ്തതോടെ ബൈപ്പാസിൽ വെള്ളക്കെട്ട് വരികയും റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെടാൻ കാരണമായതോടെ വലിയ ഗതാഗത കുരുക്കാണ് ടൗണിൽ അനുഭവപ്പെട്ടിരുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും മഴയ്ക്കുശേഷം റോഡ് നന്നാക്കിയിരുന്നുവെങ്കിലും മഴവെള്ളം ഒഴിഞ്ഞു പോകാൻ ഇടമില്ലാത്ത കാരണം വീണ്ടും മഴ വരുമ്പോൾ റോഡിൽ കുഴികൾ രൂപപ്പെടുന്നതിന് കാരണമായി. ഇപ്പോൾ അനുമതി ലഭിച്ച പദ്ധതിയിൽ വെള്ളക്കെട്ട് പരിഹരിക്കാനും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 7-ാം തീയതി ദേശീയപാത അതോറിറ്റി കേരള റീജിയണൽ ഓഫീസർ കേണൽ ജാൻബാസുമായി TV ഇബ്രാഹിം MLA തിരുവനന്തപുരത്തെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയിരുന്നു. പുതിയ നവീകരണ പ്രവൃത്തിയിൽ കൊണ്ടോട്ടി 17 മുതൽ കുറുപ്പത്ത് ജംഗ്ഷൻ വരെ റോഡിന്റെ ഉപരിതലം BMBC ചെയ്ത് റീകാർപ്പറ്റിംഗ് നടത്തും. 17ലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമായി വെള്ളം തടസ്സമില്ലാതെ ഒഴുകുന്നതിന് പുതിയ 2 കൾവർട്ടുകൾ പണിയും. ഇതിലെ വെള്ളം വലിയ തോട്ടിലെത്തിക്കുന്നതിനും സംവിധാനമുണ്ടായിരിക്കും. കൂടാതെ ഫുട്പാത്ത് നവീകരണം, ചില സ്ഥലങ്ങളിൽ കൈവരി നിർമ്മിക്കൽ, റൗണ്ട് അബൌട്ട്, മീഡിയൻ എന്നിവ നവീകരിക്കൽ, സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കൽ, രാത്രി സഞ്ചാരത്തിന് സഹായകരമാകുന്ന റിഫ്ലക്ടറുകൾ സ്ഥാപിക്കൽ എന്നിവയും നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് MLA അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.